എം മാണി അഴിമതിക്കാരനാണെന്ന് ജനം വിശ്വസിക്കുന്നതായി കെപിസിസി സർക്കാർ വിശാല ഏകോപന സമിതി യോഗത്തിൽ വിമർശനം. കോട്ടയം ഡിസിസി പ്രസിഡന്റ് ടോമി കല്ലാനിയാണ് യോഗത്തിൽ വിമർശനം ഉന്നയിച്ചത്. കേരള കോൺഗ്രസ് പോലും നൽകാത്ത പിന്തുണ എന്തിനാണ് കോൺഗ്രസ് നൽകുന്നതെന്നും യോഗത്തിൽ ചോദ്യമുയർന്നു. അതിനിടെ അരുവിക്കര സീറ്റ് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ നൽകണമെന്ന് തിരുവനന്തപുരം ഡിസിസി പ്രസിഡന്റ് കെ മോഹൻകുമാർ ആവശ്യപ്പെട്ടു. കെപിസിസി സർക്കാർ വിശാല ഏകോപന സമിതി യോഗത്തിലാണ് എം മാണിക്കെതിരെ കടുത്ത വിമർശനമുയർന്നത്. മാണിയുടെ സ്വന്തം തട്ടകമായ കോട്ടയത്തെ ഡിസിസി പ്രസിഡന്റ് ടോമി കല്ലാനി തന്നെ എം മാണിക്കെതിരെ തുറന്നടിച്ചു. മാണി കോഴ വാങ്ങിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതായി ടോമി കല്ലാനി പറഞ്ഞു. കുട്ടികൾക്ക് പോലും ഇതാണ് ധാരണ. അങ്ങനെയിരിക്കെ കേരള കോൺഗ്രസ് പോലും നൽകാത്ത പിന്തുണ കോൺഗ്രസ് എന്തിനു നൽകണം? UDF പ്രഖ്യാപിച്ച കരിദിനം പാലായിൽ പോലും നടന്നില്ലെന്നും രണ്ടാം UPA സർക്കാരിന് തിരിച്ചടിയേറ്റത് അഴിമതി മൂലമാണെന്നും കല്ലാനി ഓർമ്മിപ്പിച്ചു. അതിനിടെ അരുവിക്കര സീറ്റ് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ നൽകണമെന്ന തിരുവനന്തപുരം ഡിസിസി പ്രസിഡന്റ് കെ മോഹൻകുമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്കാണ് സീറ്റിന് അർഹതയുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗം അരാഷ്ട്രീയവൽക്കരിക്കരുതെന്നും തരൂരിന്റെയും സെൽവരാജിന്റെയും സീറ്റ് നൽകൽ ചൂണ്ടിക്കാട്ടി മോഹൻകുമാർ ആവശ്യപ്പെട്ടു. ജി കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ MT സുലേഖയ്ക്ക് സീറ്റ് നൽകാൻ നേതാക്കൾ നീക്കം നടത്തുന്നതിനിടെയാണ് മോഹൻകുമാറിന്റെ പരാമർശങ്ങൾ. ഇന്ധന നികുതി ഏർപ്പെടുത്തിയ നടപടിക്കെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു. ഇത് പിൻവലിക്കണം. പെട്രോൾ ഡീസൽ വില വർധനവ് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും KPCC ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.